നമസ്കാരം. സ്വീഡനിൽ പുതിയ ആരോഗ്യമന്ത്രി ചുമതല ഏറ്റെടുത്ത ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിനിടെ കുഴഞ്ഞു വീണത് ഏറെ നേരം പരിഭ്രാന്തി പരത്തി. എലിസബത്ത് ലാൻ എന്നാണ് ഈ ആരോഗ്യമന്ത്രിയുടെ പേര്. ചുമതലയേറ്റ ദിവസം തന്നെ മന്ത്രിക്ക് ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ടായതിൽ ഏവരും ആശങ്കാകുലരായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനത്തിനിടയിലാണ് ആരോഗ്യമന്ത്രിയായ ലാൻ കുഴഞ്ഞു വീണത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സ്വീഡനിലെങ്ങും വൈറലായി കഴിഞ്ഞിരിക്കുന്നു. സമൂഹ മാധ്യമമായ എക്സിൽ 80,000-ഓളം പേരാണ് ഒരു ദിവസം കൊണ്ട് ഈ വീഡിയോ കണ്ടത്. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരും നിന്നുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അതിനിടയിൽ മന്ത്രി പെട്ടെന്ന് അസ്വസ്ഥയാകുന്നതും വല്ലാതെ കുഴഞ്ഞുകൊണ്ട് മുന്നോട്ടായുന്നതും ഒടുവിൽ തറയിൽ വീണ് കിടക്കുന്നതും കാണാം. എല്ലാവരും പെട്ടെന്ന് തന്നെ ഓടിയെത്തി. മാധ്യമപ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരും നേതാക്കളും എല്ലാവരും ഓടിയെത്തി ഈ മന്ത്രിയെ ശുശ്രൂഷിക്കുന്നത് കാണാമായിരുന്നു. മാത്രമല്ല അവിടുത്തെ ഉപപ്രധാനമന്ത്രിയാകട്ടെ അദ്ദേഹം ഓടിയെത്തി ഇവരെ കുറച്ചുകൂടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റിക്കിടത്താനും സഹായിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് എല്ലാവരും ആംബുലൻസിനെ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. തുടർന്ന് മന്ത്രി അടുത്തുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വാർത്താ സമ്മേളനം തുടരുന്നതിനിടെ വീണ്ടും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തി. അവർ വളരെ തമാശയോടെ പറഞ്ഞു, എനിക്ക് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇത്തരത്തിലൊന്നും സംഭവിച്ചത്. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ വളരെ ആരോഗ്യവതി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്രസമ്മേളനത്തിൽ വീണ്ടും തുടരുകയായിരുന്നു. ഇവരുടെ മുൻഗാമി രാജിവെച്ചതിനെ തുടർന്നാണ് ലാനിന് ആരോഗ്യമന്ത്രിയായി ചുമതലയേൽക്കേണ്ടി വന്നത്. നേരത്തെ ഇവർ മുനിസിപ്പൽ കൗൺസിലറായും മറ്റും പ്രഗത്ഭമായ നിലയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവരെ ആരോഗ്യമന്ത്രിയായി നിയോഗിക്കാൻ അവരുടെ പാർട്ടി തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ മാസം ഒരു ടെലിവിഷൻ ചാനലിലെ അഭിമുഖത്തിനിടെ അവരുടെ പ്രഭാത പരിപാടിയിലാണ് സെർബിയയിലെ ഒരു മന്ത്രി ഇത്തരത്തിൽ കുഴഞ്ഞു വീണിരുന്നു. എല്ലാ ജനങ്ങളും കാണുന്ന ഒരു വളരെ പോപ്പുലറായ ടെലിവിഷൻ ഷോയിലായിരുന്നു മന്ത്രി പങ്കെടുത്തുകൊണ്ടിരുന്നത്. ലൈവായിരുന്നു. ജനങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മന്ത്രി വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം വാക്കുകൾ കണ്ട് ഇടർന്നു നമുക്ക് കാണാമായിരുന്നു. തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ അടിയന്തരമായി തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഏതായാലും മന്ത്രി ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സ്വീഡനിലെ ആരോഗ്യമന്ത്രിക്ക് ഇത്തരം പ്രതിസന്ധികളൊന്നും നേരിടേണ്ടി വന്നില്ല. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് അവർ തലചുറ്റി വീണത് എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയതോടെ എല്ലാ ആശങ്കകളും അകലുകയായിരുന്നു. നമുക്കെല്ലാവർക്കും ഇപ്പോഴും വ്യക്തമായൊരു ഓർമ്മയുണ്ട്. മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രൊഫസർ എം.എൻ. വിജയൻ മാഷ് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വേളയിലായിരുന്നു, അതേ വേദിയിലായിരുന്നു അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചത്. വളരെ അപൂർവമായൊരു സംഭവമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് കണക്കാക്കുന്നത്. നമ്മുടെ കേരളീയ മനസാക്ഷിയുടെ തന്നെ ഒരു മുഖമായിരുന്ന പ്രൊഫസർ എം.എൻ. വിജയൻ മാഷ് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനീതികളെയും പരസ്യമായി തന്നെ അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സൈദ്ധാന്തിക ഭാഷയിലല്ല, സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ എപ്പോഴും പ്രസംഗിച്ചിരുന്ന ഒരുപാട് അനുയായികൾ ശിഷ്യന്മാരും ഒക്കെയുള്ള വിജയൻ മാഷിനെ പോലെ ഒരാൾ ലൈവിൽ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഏതായാലും സ്വീഡനിലെ ആരോഗ്യമന്ത്രി തൻ്റെ ജോലികൾ വീണ്ടും വ്യാപൃതയായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് നിസ്സാര പ്രശ്നമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി എന്നാണ് മന്ത്രിയുടെ ന്യായം.